ആക്ഷേപമാണ്. കോടതിയിൽ പോയാൽ ഷുവറാണ് ഈ മനുഷ്യനെ ശിക്ഷിക്കും. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയാണ് പുസ്തകം എഴുതിയാൽ പോരാ, നന്മ ഉള്ളിൽ ഉണ്ടാകണം. അതിന് മറുപടി പറഞ്ഞത് അങ്ങനെ, അഭിനയിച്ചാൽ പോരാ, നന്മ ഉള്ളിൽ വേണം. നന്മ ഉള്ളിലുണ്ടോ ഈ പ്രവൃത്തിയിൽ എന്ന് ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചതാ, പറഞ്ഞു പറയിച്ചതാ കേട്ടോ. എനിക്ക് സന്തോഷം ഉണ്ടായിട്ട് പറയുന്നതല്ല. എന്തായാലും കുറെ പ്രശ്നങ്ങള് പ്രസ്താവനകളൊക്കെ ഉണ്ടായി, എങ്കിൽ പോലും അത് ഒരു നല്ലതാണ്. കാപട്യങ്ങൾ മുഴുവൻ തുറന്നു പുറത്തേക്ക് വരുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും തുറന്ന ചർച്ചകൾക്ക് അത് വഴിവെക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അത് ഇടയാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെ. പക്ഷേ ജനങ്ങൾ മുഴുവൻ സത്യം അറിയുന്നു എന്ന് പറയുമ്പോൾ പിന്നെ കാപട്യത്തിന്റെ ഈ ഇത് നിലനിർത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും. പിന്നെ വേറെ ഉയർന്നു വന്ന മാഷിനെതിരെ ഉയർന്നു പല ഭാഗങ്ങളിൽ നിന്നും വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ശ്രീ മോഹൻലാലിനെ കണക്കറ്റ് വിമർശിക്കുമ്പോഴും ശ്രീ മമ്മൂട്ടിയോടൊരു മൃദു സമീപനം താങ്കൾ പുലർത്തുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ആണല്ലോ മലയാള സിനിമയിലെ ആ ഒരു രംഗത്ത് ഇത് ചെയ്യുന്നത്. പക്ഷെ അത് ശ്രീ മമ്മൂട്ടിക്കെതിരെ ഒരു മൃദു സമീപനം താങ്കൾ പുലർത്തുന്നു എന്നുള്ളത് ശ്രീ മമ്മൂട്ടി ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്നുള്ള ഒരു ഉണ്ടായിരിക്കും. ഞാനതിന് ഇത് പറയാം. ഇവര് പറഞ്ഞ വാക്കുകൾ വെച്ചിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് വെച്ചിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. തീർച്ചയായും മോഹൻലാല് ആരംഭം തൊട്ട് എന്നെ ഫോണിൽ വിളിച്ചു, എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒത്തുതീർപ്പിന് ശ്രമിക്കാമെന്നെല്ലാം പറഞ്ഞ്, എന്നിട്ട് ഞാൻ തിലകനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. തിലകനോട് സംസാരിച്ച പിറ്റേന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാണ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഇയാൾക്ക് മതിഭ്രംശമാണ്. മമ്മൂട്ടി നേരെ മറിച്ച് അഴീക്കോട് മഹാനായ സാഹിത്യകാരനാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മമ്മൂട്ടിയെ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുക? പക്ഷെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞല്ലോ, ഈ സൂപ്പർ സ്റ്റാർസ് എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ അവകാശങ്ങളും അധികാരങ്ങളും നിഷേധിക്കാൻ പാടില്ല, അവർ കോക്കസ് ആയിട്ട് പ്രവർത്തിക്കരുത് എന്നെല്ലാം പറഞ്ഞു. അത് അദ്ദേഹത്തിന് ബാധകമാണ്. തീർച്ചയായിട്ടും. അല്ലാതെ ഈ ഒരു രണ്ടുപേരോടും മാഷ് പുലർത്തുന്ന സമീപനത്തില് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഒരു സ്ഥാനവും ഇല്ലെന്നാണ് മാഷ് പറയുന്നത്. ഒരു രാഷ്ട്രീയം, മമ്മൂട്ടിയുടെ രാഷ്ട്രീയം, മമ്മൂട്ടി തന്നെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഞാൻ റിലീസ് ചെയ്തിരുന്നു. മോഹൻലാൽ തന്നെ 2 തവണ മുമ്പ് ഫോൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പം ഇടതുപക്ഷം തന്നെയും ഇതിലെന്താ സമീപനം എനിക്കറിഞ്ഞൂടാ. കാരണം അവരൊന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവരൊക്കെ ഒരുപക്ഷെ ഈ പറയുന്ന മാതിരി രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ള മറ്റു പല താല്പര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കാം പ്രത്യക്ഷത്തിൽ അവർ പ്രതികരിക്കാത്തത്. വ്യവസായ മന്ത്രി കരീം ഇടതുപക്ഷക്കാരനാണ്, മാർക്സിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം മോഹൻലാലിനെ ഖദറിന്റെ അംബാസിഡർ ആക്കിയിരിക്കുകയാണ്. ഖദർ പ്രചാരണത്തിന്റെ ഇതിലേറെ ഗാന്ധിജിയെയും നാട്ടുകാരെ അവമാനിക്കുന്നത് അത് ഇടതുപക്ഷം ചെയ്തതാണ്. മാഷ് അതിനെ എതിർക്കുന്നത് എന്തർത്ഥത്തിലാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മോഹൻലാല് ഖദറിന്റെ അംബാസിഡർ ആകാൻ യോഗ്യനല്ല എന്ന് മാഷ് കരുതുന്നത്? എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ്. ഗാന്ധിജിയുടെ നിർമ്മാണ പരിപാടിയുടെ ഏറ്റവും വലിയ ഭാഗമാണ്. ഗാന്ധിജിയുടെ സിദ്ധാന്തത്തിൽ മദ്യനിരോധനം ഇതെല്ലാം അടങ്ങിയതാണ് ഈ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിന് 24 ഐറ്റംസ് ഉണ്ട്. അതിൽ ഒരു ഐറ്റം ഖദറാണ്, മറ്റൊന്ന് അങ്ങനെ ഒരു പടിയുണ്ട്. അപ്പൊ അതിൽ ഒന്ന് മാത്രമാക്കിയിട്ട് അതുപോലെ ഖദർ ചെറുപ്പം തൊട്ടേ ധരിക്കണ്ടേ, അല്ലാത്ത ആളിങ്ങനെ ഖദറിന്റെ പ്രചാരകനാകുക? സിൽക്ക് ധരിച്ച ഒരാളെങ്ങനെയാ ഖദറിന്റെ പ്രചാരകനാകുക? മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെങ്ങനെയാ ഖദറിന് വേണ്ടി സംസാരിക്കുക? എന്താ ഇത് തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കൊണ്ടാണ് മാഷ് അതിനെ എതിർക്കുന്നത് എന്ന് കരുതാം. ആദർശം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ സമരായുധമാണ് ഖദർ. അത് വെറുതെ അയാൾ ജീവിതത്തിൽ ഉപയോഗിക്കാത്ത സാധനം വെക്കണമെന്ന് പറഞ്ഞ ആളുകൾ, ഇയാളെ അറിയുന്ന ആളുകൾ ഖദർ ഉപേക്ഷിച്ചു തുടങ്ങും ഇയാൾ അംബാസിഡർ ആയാൽ. ഞാനിന്ന് ഒരു വലിയ പാർട്ടി നേതാവിനെ വിളിച്ചിട്ട് സംഗതി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു നീക്കത്തിന് ഉള്ള വിയോജിപ്പ് അല്ല, ഇതെല്ലാം മനുഷ്യർക്ക് മൂല്യബോധത്തിന്റെ അങ്ങേ അറ്റത്തെ അസ്തമയമാണ് ഈ കാണുന്നത്. ഗാന്ധിജിയുടെ ഖദർ എന്നുള്ളത് ഒരു വിശ്വാസ പ്രമാണമാണ്. ദ ലിവറി ഓഫ് ഇന്ത്യൻ സ്ട്രഗിൾ ഫോർ ഫ്രീഡം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. തീർച്ചയായും ആ സംഗതി ഇയാള് പ്രചരിപ്പിക്കുക, ഗാന്ധിജിയുടെ ഖദർ പ്രചരിപ്പിക്കാൻ ഇദ്ദേഹത്തിന് എന്താണ്, അതിന് താത്വികമായ ഇദ്ദേഹത്തിന്റെ കഴിവെന്താണ്? ഇദ്ദേഹം അതിൽ വിശ്വസിക്കുന്നുണ്ടോ?
ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അവര് ഈ സംരംഭവുമായിട്ട് മുന്നോട്ട് വരുന്നവര് ഒരു ജനശ്രദ്ധ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് മാത്രം മാനദണ്ഡമാക്കി ആയിരിക്കാം ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് അതിന് യോഗ്യതയും കൂടെ ഉണ്ട്. ഈ മലബാർ ഗോൾഡിന് വേണ്ടി അയാൾ പ്രസംഗിക്കുന്ന പോലെ ഖാദിക്ക് വേണ്ടി പ്രസംഗിച്ച ആള് വാങ്ങുമോ? ഖാദി എന്ന് പറയുന്നതിൽ ഒരു വിശ്വാസ പ്രമാണമല്ലേ അത്? അല്ലെങ്കിൽ ആരെങ്കിലും കോട്ടൺ സിൽക്കും ധരിക്കുന്നതിന് പകരം റഫ് ഡ്രസ് ധരിക്കുമോ? അപ്പോൾ ഒരു സത്യത്തിന്റെ ഒരു മൂല്യമില്ലേ, അതങ്ങ് കളയാണോ? ഇപ്പൊ ഒരു വ്യഭിചാരിണിക്ക് സീതയുടെ കഥ പറയാൻ അധികാരമുണ്ടോ? അപ്പോൾ ഇതിലെല്ലാം ഒരു വൈരുദ്ധ്യമാണ് മാഷ് കാണുന്നത്. കാപട്യം, വൈരുദ്ധ്യത്തെയൊക്കെ അപ്പുറത്ത്, കോൺട്രഡിക്ഷൻ ഒന്നുമല്ല. ഇറ്റ് ഇസ് പിയർ ഹംബർ, ഫാൾസ്ഹുഡ്. ശരി. അപ്പൊ മാഷ് ഇപ്പോ വീണ്ടും നമ്മുടെ സിനിമാ പ്രശ്നങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ മാഷിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? ഇതൊക്കെ അവസാനിക്കുമോ? തിലകൻ വീണ്ടും അമ്മയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് വീണ്ടും പ്രവർത്തിക്കാൻ പഴയതുപോലെ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം താങ്കൾക്കുണ്ടോ? അല്ല, അദ്ദേഹത്തിനും പ്രായമായി. അദ്ദേഹം പിന്നെ ഒരു നിശ്ചയദാർഢ്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോ പ്രവചിക്കാനുള്ള ഇതൊന്നും സാധ്യതയില്ല. അല്ല, ഈ കാര്യങ്ങളെയൊക്കെ ഒരു പക്ഷേ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിച്ചതാണ്. അതെ, അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോഴും ഇവര് പറഞ്ഞതുപോലെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സംഘടന ചിലപ്പോൾ പിളർന്നു വരും. എന്താണ് ഭവിഷ്യത്തെന്ന് പറയാൻ കഴിയില്ല. സംഘടന പിളരാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം സിനിമക്ക് മോശമാണ്. തീർച്ചയായും സിനിമയുടെ ഭാവിക്കും മോശമാണ്. തീർച്ചയായും ആത്യന്തികമായി അത് മോഹൻലാലിനും മമ്മൂട്ടിക്കും മോശമാണ്. തീർച്ചയായും. പിന്നെ അതുപോലെ ഇപ്പം ഇതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് സംസാരിച്ചു ചോദിച്ചാണ്, മാഷ് സിനിമകൾ കാണാറുണ്ടോ? ഇപ്പൊ അടുത്ത കാലത്ത് മലയാള സിനിമ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, എന്താണ് ശരിക്കും അഭിപ്രായം പറയാൻ? സിനിമ കാണുമൊന്നും വേണ്ട. ഇല്ല, ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നത് അതുകൊണ്ടല്ല. അത് തീർച്ചും ബാലിശമായിട്ടുള്ള ഒരു വാദമാണ്. തീർച്ചയായിട്ടും ഇപ്പൊ സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ സിനിമയെ പറ്റി അഭിപ്രായം പറയാൻ പാടുള്ളൂ. രാഷ്ട്രീയ പറ്റിയുമല്ല, കലാകാരന്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള മൗലികമായ പ്രശ്നമാണ്. തീർച്ചയായും അത് വളരെ വിപുലമായ പ്രശ്നമാണ്. അതിന് സിനിമ കാണുമൊന്നും വേണ്ട. തീർച്ചയായും. ഞാൻ ആർത്തിലല്ല ചോദിച്ചത്, ഞാൻ മൊത്തത്തിൽ അല്ല, സിനിമയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നതും തീരെ ഇപ്പോ നമ്മള് ടി വി ഒക്കെ തുറന്നു കിടക്കുന്ന കാലമാണ്. അപ്പൊ പലതും കാണുന്നുണ്ട്. ഇവര് പറയുന്ന പോലെ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടോ? തീർച്ചയായും. പിന്നെ അയാൾ പെൺകുട്ടികളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ടി വിയിൽ എത്ര കാണുന്നുണ്ട്? എത്ര സിനിമകള് ടി വിയിൽ വരുന്നുണ്ട് ഇവരെ അഭിനയിക്കുന്നത്? മുൻപ് ഉള്ള മലയാള സിനിമയെ ഇപ്പോ ഒരു പഴയ കാലഘട്ടത്തെ നമ്മൾ ഒന്ന് താരതമ്യം ചെയ്താൽ തീർച്ചയായിട്ടും ഈ നല്ല കാമ്പുള്ള കലാസൃഷ്ടികൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ സാഹിത്യത്തിൽ നിന്നൊക്കെ മികച്ച സൃഷ്ടികൾ പണ്ട് സിനിമ രൂപത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് അഖിലേന്ത്യാ സമ്മാനങ്ങളിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല. കഴിഞ്ഞ കൊല്ലത്ത് എന്തൊരു ഇവര് വലിയ ആധിപത്യ സൂപ്പർ സ്റ്റാർസാണ്. എന്നിട്ട് ഈ കേരളത്തിന്റെ സിനിമയുടെ സ്ഥിതി എന്തായിരുന്നു? ദയനീയമായ ഒരു ശൂന്യതയല്ലേ കണ്ടത്? തീർച്ചയായും. അതുകൊണ്ടാണ് ഇവര് ഇതിനൊക്കെ ഉത്തരവാദികളാണ്. ഇവര് സമൂഹത്തിനോട് ഉത്തരം പറയണം. തീർച്ചയായും. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഈ സിനിമ അധപ്പതിച്ചു പോയി? സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള നിലവാര തകർച്ചയ്ക്ക് ഇവരെ മാത്രം നമ്മൾ പ്രതിക്കൂട്ടിലാക്കുന്നതും ശരിയല്ലല്ലോ. കാരണം ഇവരെ മാത്രമല്ല, ഇവര് സീനിയർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഇവർക്കുള്ള അത്ര ഉത്തരവാദിത്വം മറ്റാർക്കും ഇല്ല. ഇവർ അഭിനയിക്കുന്ന സമയത്ത് ഏത് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആക്ടറെ മാറ്റണം. ഇവരുടെ ഇഷ്ടം അതൊക്കെ ഇപ്പം വ്യക്തമായി ആളൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? അങ്ങനെയൊക്കെ ഒരു സിനിമ നന്നാവോ? തീർച്ചയായും. എന്തായാലും പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങി മാഷ് കൂടി ഇടപെട്ട ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് ഒരു പക്ഷേ അത് നല്ല രീതിയിൽ അവസാനിക്കട്ടെ. എല്ലാവരും സംഘടനകൾ ഒന്നിച്ചു നിന്ന് അല്ലെങ്കിൽ നടന്മാര് ഒക്കെ ഒന്നിച്ചു നിന്ന് സിനിമ പൂർവ്വമായിട്ട് അധികം ശക്തമായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്റെ പ്രാർത്ഥന അത് തന്നെ. അപ്പോ കുറച്ചു സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് വളരെ സന്തോഷമുണ്ട് മാഷേ. സന്തോഷം. തീർച്ചയായിട്ടും. താങ്ക് യു.